ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എല്ലാ പണികളും കഴിഞ്ഞു ട്ടാ. അകത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്തക്കളടാനായിട്ട് ചീയക്കുട്ടി ഇരിക്കുന്നുണ്ട്. ഞാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ട്ടാ. നോക്കുമ്പോൾ നമ്മുടെ സുടുമോളുടെ വെള്ളം കഴിഞ്ഞിരിക്കുകയാണ് കുടിക്കാനുള്ളത്. അപ്പം ഞാൻ അവൾക്കുള്ള വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് കൊടുത്തു ട്ടാ. അങ്ങനെ നമ്മളിന്ന് വാങ്ങിയ പൂ കൊണ്ട് തന്നെയാണ് കേട്ടോ അത്തക്കളിടണത്. 50 രൂപയ്ക്ക് കുന്നംകുളത്തുനിന്ന് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ഇന്നലത്തെ അത്തക്കളും അതിലത്തെ ആ മേടിച്ച പൂക്കളായിരുന്നു. അതിലത്തെ ബാലൻസ് കൊണ്ടാണ് നമ്മൾ ഇന്നും അത്തക്കളിടണത് കേട്ടോ. അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത്തം സ്റ്റാർട്ടായ കാരണമാണോ എന്നറിയില്ല. 4 തരം പൂവ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. റോസും പിന്നെ ഒരു വയലറ്റ് കളറിലുള്ള ഒരു പൂവില്ലേ അതും, അതുപോലെ വെള്ള ജമന്തി, പിന്നെ മഞ്ഞ ചെണ്ടുമല്ലി, ഓറഞ്ച് ചെണ്ടുമല്ലി, അങ്ങനെയായിട്ട് നമുക്ക് 4 കളറിൽ പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു കവർ നിറച്ച് തന്നെ 50 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സെലിബ്രേഷനുകളൊക്കെ തുടങ്ങുകയില്ലേ. അപ്പം ചിലപ്പോൾ ഒന്ന് പിശുക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം എല്ലായിടത്തും എല്ലാവരും കുറേ പേര് പൂവ് മേടിക്കുമല്ലോ. ഈ സെലിബ്രേഷനുകളിലും അതേപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പൂക്കള മത്സരവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം പിന്നെ വേണമെച്ചെങ്കിൽ നമുക്ക് കുറച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ സുടുമോൾ അതിൽ കൂടി ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. ചീയക്കുട്ടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സമയമായി പോകാനായിട്ട്. അപ്പോൾ പിന്നെ ബാക്കി ഭാഗം ഞാനിടാനായിട്ട് ഇരുന്നു കേട്ടോ. അതായത് ആ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് റോസാപ്പൂവില്ലേ അതിൻ്റെ എതളുകൊണ്ടായിരുന്നു കേട്ടോ. എതളുകൾ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടാണ് ആ റൗണ്ടൊന്ന് ഫില്ല് ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചു കൊടുത്തു. ബാക്കിയുള്ള വെള്ളം നമ്മുടെ തുളസിക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ അത്തക്കളിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ചെറി നട്ടുണ്ടായിരുന്നില്ലേ, ഈ ചെറിയുടെ മുകളിൽ 2-4 വട്ടം നമുക്ക് ചെറി പഴുത്തിട്ട് കിട്ടിയിട്ടാ. പിന്നെ എന്തുണ്ടായിന്ന് അറിയില്ല. ഇപ്പം ഈ ഒരു മഴ പെയ്തതിൽ ഇലയൊക്കെ കൊഴിഞ്ഞ് ആകെ ഇങ്ങനെ ഒരു ശോഷിച്ച പോലെയായി. അതെന്താന്നുള്ളത് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.